സോ ആദ്യത്തെ അപ്ഡേറ്റ് എന്ന് പറയുന്നത് സ്മാക്ക് ഡൗണിൻ്റെ വ്യൂവർഷിപ്പുമായിട്ട് ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ് ആണ്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. കഴിഞ്ഞ ആഴ്ചത്തെ വ്യൂവർഷിപ്പ് ഏതാണ്ട് 2.4 മില്യൺ ആണ്. എന്തായാലും ഇപ്രാവശ്യം വന്നപ്പോൾ അതിലും കൂടിയിട്ടുണ്ട്. ഏതാണ്ട് 2.5 മില്യൺ വ്യൂവർഷിപ്പാണ്. അതായത് 2.54 മില്യൺ വ്യൂവർഷിപ്പാണ് ഇപ്രാവശ്യം സ്മാക്ക് ഡൗൺ ഉള്ളത്. സോ സ്മാക്ക് ഡൗൺ നല്ല ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ട് റേറ്റിങ്ങിലൊക്കെ. അതായത് അവർക്ക് ഓൾറെഡി നല്ല റേറ്റിംഗ് ഉണ്ട്, അതിലും അവർ ഇമ്പ്രൂവ്മെൻറ്റ് നടത്താൻ ശ്രമിക്കുന്നുണ്ട്. എന്തായാലും റോയും അതുപോലെ തന്നെയാണ്, ചെറിയ ചെറിയ ഇമ്പ്രൂവ്മെൻറ്റ് അവരിലുണ്ട്. ഇപ്പോൾ 1.8 മില്യൺ 1.9 മില്യൺ വ്യൂവർഷിപ്പാണ് അവർക്ക് ലഭിക്കുന്നത്. പിന്നെ നമുക്കറിയാം റസൽമേനിയ കിക്ക് ഓഫ് ഷോയ്ക്ക് ശേഷമുള്ള ഒരു സ്മാക്ക് ഡൗൺ എപ്പിസോഡായിരുന്നു. നമുക്കറിയാം ആ ഒരു കിക്ക് ഓഫ് ഷോ എത്രത്തോളം വൈറലായിരുന്നു. സോ അതുകൊണ്ട് തന്നെ ഈ ഒരു സ്മാക്ക് ഡൗൺ കാരണം കുറേ അധികം ആളുകളുണ്ടായിരിക്കും, അത് ഉറപ്പുള്ള കാര്യമാണ്. ഇനി അടുത്ത അപ്ഡേറ്റ് എന്ന് പറയുന്നത് ട്രിപ്പിൾ എച്ച് റോക്കി ഒരുപാട് ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു അപ്ഡേറ്റ് ആണ്. അതായത് ഒരു കിക്ക് ഓഫ് ഷോയിൽ കണ്ടെയാണ് റോക്കും ട്രിപ്പിൾ എച്ചും ആ ഒരു ബാക്ക് സ്റ്റേജിലെ സംഭവം. സോ അതുകൊണ്ട് തന്നെ പല ആളുകളും പറയുന്നത് റോക്കും ട്രിപ്പിൾ എച്ചോടെ ഇനി റസൽമേനിയ മാച്ച് എടുക്കാൻ വല്ല സാധ്യതയുണ്ടോ എന്നാണ്. ചിലപ്പോൾ ട്രിപ്പിൾ എച്ച് ആ ഒരു റിട്ടയർമെൻ്റ് ഒക്കെ മാറ്റി വെച്ച് റസൽമേനിയ വന്നു കഴിഞ്ഞാൽ അത്ഭുതപ്പെടാനില്ല. പക്ഷേ നമുക്കറിയാം ട്രിപ്പിൾ എച്ചിന് എന്തൊക്കെയോ ഹാർട്ട് പ്രോബ്ലംസ് ഉണ്ട്, അതുകൊണ്ട് തന്നെ അദ്ദേഹം മത്സരിക്കാൻ തയ്യാറാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ബട്ട് ഇങ്ങനെ റൂമറുകളൊക്കെ പരക്കുന്നുണ്ട്, ചിലപ്പോൾ ട്രിപ്പിൾ എച്ച് റോക്ക് മാച്ച് വരാനൊക്കെ സാധ്യതയുണ്ടെന്ന്. ഇനി അടുത്ത അപ്ഡേറ്റ് എന്ന് പറയുന്നത് റസൽമേനിയ 41 ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു അപ്ഡേറ്റ് ആണ്. അപ്പോൾ നിങ്ങൾ പറയും റസൽമേനിയ 40 കഴിഞ്ഞിട്ടില്ല, അതിന് മുമ്പ് റസൽമേനിയ 41 ബന്ധപ്പെട്ടിരിക്കുന്ന എന്ത് അപ്ഡേറ്റ് ആണെന്ന്. എന്തായാലും നമുക്കറിയാം ഇപ്രാവശ്യത്തെ റസൽമേനിയ നടക്കാൻ പോകുന്നത് ഫിലാഡൽഫിയയിൽ വെച്ചാണ്. പക്ഷേ റസൽമേനിയ 41 നടക്കാൻ പോകുന്നത് ലാസ് വേഗാസിൽ വെച്ചാണെന്ന് പറഞ്ഞു കേൾക്കുന്നു. എന്തായാലും അത് റൂമറായിട്ട് പുറത്തേക്ക് വരുന്നുണ്ട്. അതൊരു റൂമർ മാത്രമാണ്, പക്ഷേ കുറച്ച് പവർ കൂടിയ റൂമർ എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം. അതായത് 1993 ശേഷം ലാസ് വേഗാസിലേക്ക് റസൽമേനിയ തിരിച്ചു വരുന്നു എന്ന തരത്തിലാണ് റൂമറുകൾ പുറത്തേക്ക് വരുന്നത്. ചിലപ്പോൾ നടന്നേക്കാം എന്നാണ് എനിക്ക് തോന്നുന്നത്. സോ ഏതാണ് റസൽമേനിയ 41 വേദിയെന്ന് നമുക്ക് ഉടനെ തന്നെ മനസ്സിലാക്കാൻ സാധിക്കും. അതായത് ഒന്നെങ്കിൽ ഈ ഒരു റസൽമേനിയ അടുക്കുന്ന ഏതെങ്കിലും സാഹചര്യത്തിൽ, അല്ലെങ്കിൽ ആ ഒരു റസൽമേനിയ നമുക്കറിയാൻ സാധിക്കും. അതായത് റസൽമേനിയ 40 അറിയാൻ സാധിക്കും. സോ ഏതായാലും നമുക്ക് പ്രത്യേകിച്ച് ഒന്നുമില്ല. എന്ത് കാണണമെങ്കിലും അത് WWE നമുക്ക് ഇവിടുന്ന് പോയിക്കാണെങ്കിൽ എന്തായാലും അമേരിക്കയിൽ ചെല്ലണം, എന്നാൽ മാത്രമേ WWE കാണാൻ സാധിക്കത്തുള്ളൂ. ബട്ട് ഇപ്പോൾ സൗദി അറേബ്യയിലുള്ളവർക്കും കാണാൻ സാധിക്കും, അതൊരു വലിയ കാര്യം തന്നെയാണ്. ഇനി അടുത്ത അപ്ഡേറ്റ് എന്ന് പറയുന്നത് WWE ടാഗ് ടീം ഡിവിഷൻ്റെ ശക്തി കൂട്ടാൻ വേണ്ടിയിട്ട് മറ്റൊരു ടാഗ് ടീം കൂടി WWEക്ക് ഡെബ്യൂ ചെയ്യാൻ പോവുകയാണ്. ആ ഒരു ടാഗ് ടീമിലെ 2 മെമ്പേഴ്സ് എന്ന് പറയുന്നത് അശാന്തി ദി അഡോണീസും അതുപോലെ തന്നെ സെഡ്രിക് അലക്സാണ്ടറുമാണ്. സോ അതൊരു നല്ല കോമ്പിനേഷനായിട്ടാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും ഇവർ WWEക്ക് വരുന്നു, എങ്ങനെ ഇവരുടെ ആ ഒരു ടാഗ് ടീം വർക്ക് ആകുമെന്നൊക്കെ നമുക്ക് കണ്ടു തന്നെ അറിയണം. ഇനി അടുത്ത അപ്ഡേറ്റ് എന്ന് പറയുന്നത് ബില്ലി ജാക്ക് ഹെയ്ഡ്സ് എന്ന് പറയുന്ന മുൻ WWE താരം, അതായത് 1985 മുതൽ 1988 വരെ WWE വർക്ക് ചെയ്ത താരമാണ് അദ്ദേഹത്തെ ഇപ്പോൾ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുകയാണെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ മർഡറുമായിട്ട് ബന്ധപ്പെട്ട് അദ്ദേഹം പ്രതിയാണെന്നാണ് അറിയാൻ സാധിക്കുന്നത്. സോ അങ്ങനെയാണ് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുന്നത്. അടുത്ത അപ്ഡേറ്റ് എന്ന് പറയുന്നത് ബ്രോക്ക് ലെസ്നറുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന അപ്ഡേറ്റ് ആണ്. എന്തായാലും ബ്രോക്ക് ലെസ്നറുമായിട്ട് ബന്ധപ്പെട്ട് മോശം വാർത്തകളാണ് പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും മറ്റൊരു വാർത്ത കൂടെ പുറത്തേക്ക് വന്നിട്ടുണ്ട്. എന്തായാലും അതെല്ലാം നിങ്ങൾ അറിഞ്ഞാണ്. അതായത് WWE ഇൻട്രോയിൽ നിന്ന് ഇപ്പോൾ ബ്രോക്ക് ലെസ്നറെ എടുത്ത് മാറ്റിയിരിക്കുകയാണ്. അതിന് പകരം LA നൈറ്റിനെ അവിടേക്ക് ആഡ് ചെയ്തിരിക്കുകയാണ്. അതിൻ്റെ സ്ക്രീൻഷോട്ടൊക്കെ നിങ്ങൾ അതിൻ്റെ സ്ക്രീൻഷോട്ടല്ല, അതിൻ്റെ ഇമേജൊക്കെ നിങ്ങൾ നേരത്തെ തന്നെ കണ്ടു കാണുമായിരിക്കും. എന്തായാലും നമ്മുടെ ഈ ഒരു ചാനൽ എല്ലാം കവർ ചെയ്യുന്നതുകൊണ്ട് ഇതും കവർ ചെയ്തതേ ഉള്ളൂ. ഇനി അടുത്ത അപ്ഡേറ്റ് എന്ന് പറയുന്നത് വുമൺസ് എലിമിനേഷൻ ചേമ്പറിൻ്റെ പാർട്ടിസിപ്പൻറ്റ് കാർഡ്സ് ലീക്ക്ഡ് ആയിട്ടുണ്ട്. എന്തായാലും അത് WWE അവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ ആദ്യം പബ്ലിഷ് ചെയ്തു എന്നാണ് അറിയാൻ സാധിക്കുന്നത്. അത് പെട്ടെന്ന് തന്നെ അവർ ഡിലീറ്റ് ചെയ്യുകയും ചെയ്തു. എന്തായാലും അതൊരു ബ്ലർ ഫോട്ടോയാണ്. ആ ഒരു ബ്ലർ ഫോട്ടോ നമുക്കൊന്ന് നോക്കാം. സോ ഇത് എത്രത്തോളം കൺഫേം ആയിട്ടുള്ള കാര്യമാണെന്ന് എനിക്കറിയത്തില്ല. സോഷ്യൽ മീഡിയ കണ്ടു, അതുകൊണ്ടാണ് നിങ്ങളോട് പങ്കുവെക്കുന്നത്. എന്തായാലും ഇതൊരു റൂമറായിട്ട് മാത്രം നിങ്ങൾ കാണുക. എന്തായാലും ആ ഒരു ബ്ലർ ഫോട്ടോ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ബ്ലർ ഫോട്ടോയ്ക്ക് ഇത് കാണാൻ സാധിക്കുന്നത് ട്രിഫാനി സ്ട്രാറ്റൻ, അതിൻ്റെ അപ്പുറത്തായിട്ട് ബിയാങ്ക ബ്ലെയറിനെ കാണാൻ സാധിക്കും. പിന്നെ ബെക്കി ലിഞ്ച്, ജേഡ് ഗാർഗിൽ, നവോമി, ലിവ് മോർഗൻ എന്നീ താരങ്ങളെയാണ് ആ ഒരു ബ്ലർ ഫോട്ടോയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. സോ ഇപ്പോഴത്തെ ആ ഒരു പോക്കൊക്കെ വെച്ച് നോക്കുമ്പോൾ ഈ ഒരു മാച്ചിന് സാധ്യതയെന്നാണ് എനിക്ക് തോന്നിയൊരു കാര്യം. സോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നെങ്കിൽ ഇഷ്ടപ്പെട്ട തീർച്ചയായിട്ടും ലൈക്ക്, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഗുഡ് ബൈ.